ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു കാട ഫ്രൈ ഉണ്ടാക്കിയാലോ? ദേ ഞാൻ അതിനായിട്ട് 4 കാടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ദേ നമ്മുടെ കാടയെല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ നോക്കാം. മുളക് പൊടി എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്. ഇനി ഈ മസാലയെല്ലാം നമുക്ക് കാടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് സ്കിപ്പായിപ്പോയി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ദേ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദേ കുറച്ച് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കാട വറക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കാടക്കുട്ടന്മാരെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കാട വറുത്ത പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ, ദേ സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ദേ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.